കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസിനോടൊപ്പമുള്ള യാത്ര ആശ്രാമം മൈതാനത്ത് നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. തെലങ്കാന MLA ആയിട്ടുള്ള പത്മാവതി റെഡ്ഡിയാണ് നടത്തം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും UDFനെ മനസ്സാൽ വരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് കേരളമെമ്പാടുമുള്ള CPM നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ജനമെടുത്ത തീരുമാനത്തിനൊപ്പമാണ് കൊല്ലം. അതോടൊപ്പം കൊല്ലത്ത് സവിശേഷമായി 10 വർഷക്കാലമായി LDFന്റെ MLA സജീവമല്ലാത്തത് കൊണ്ട് തന്നെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ്. അതോടൊപ്പം വാക്കുകളിലും പ്രസംഗങ്ങളിലും വാചക കസർത്തുകളിലും മാത്രമായി മാറിയിരിക്കുകയാണ് കൊല്ലത്തിൻ്റെ വികസനം. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ കേരളത്തിലെ മറ്റെല്ലായിടത്തും ജനപ്രതിനിധി MLA എന്ന് പറഞ്ഞാൽ തന്നെ തെരഞ്ഞെടുത്ത് നയിക്കുന്ന ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയാകുന്ന ഒരു വ്യക്തി കൂടിയാണ്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം യാതൊരു കാര്യങ്ങളുമില്ല. നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ കൊല്ലം MLA കാണാറില്ല. അതോടൊപ്പം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കൂട്ടിമുട്ടാത്ത പാലങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ വികസന മുരടിപ്പിൻ്റെ ചിഹ്നങ്ങളായി അവശേഷിക്കുന്നത്. അതിനൊരു മാറ്റം വരണം. ഞാനടക്കമുള്ള കേരളത്തിലെ വീട്ടമ്മമാർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. സർക്കാർ ഇടപെടലുകൾ നടത്തുന്നില്ല, വിപണിയിൽ ഇടപെടുന്നില്ല, കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയുന്നില്ല. അതോടൊപ്പമാണ് കറണ്ട് ചാർജ് വർധന അടക്കമുള്ള ഓരോ വർധനവും കരങ്ങളും എല്ലാ വർധനകളും കൊണ്ട് നടുവൊടിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ. മയക്കുമരുന്നിൻ്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്ന നയമാണ് കേരള സർക്കാർ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കേരളത്തിൻ്റെ പുതുതലമുറയിൽ അതിലേക്കാകുമ്പോൾ സമൂഹം ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നു. ഗുണ്ട രാജാണ് ഇവിടെ. കഴിഞ്ഞ ദിവസം ഗുണ്ടകൾ അസോസിയേഷൻ കൂടി. അങ്ങനെ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അതിനെല്ലാം എതിരെയുള്ള ശക്തമായ ജനകീയ പ്രതിരോധമാണ് UDFനെ വിജയിപ്പിക്കുന്നതിലൂടെ കൊല്ലം നൽകുന്ന സന്ദേശം. കഴിഞ്ഞ തവണ ചുരുങ്ങിയ ദിവസം കൊണ്ട് നടത്തിയ പ്രചാരണത്തിൽ 2072 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത്. ഇത്തവണ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ടവർ, കൊല്ലത്തെ പ്രിയപ്പെട്ടവർ നല്ല ഭൂരിപക്ഷം തരുമെന്ന് പറയുന്നു. എത്രയായാലും അവർ തരുന്ന ഭൂരിപക്ഷത്തോടുകൂടി വിനയാന്വിതയായ ഞാൻ ഈ നാടിൻ്റെ വികസനത്തിനായി നാട്ടുകാരുടെ കുടുംബാംഗമായി ഒപ്പമുണ്ടാകും. ഈ മഹിളാ കോൺഗ്രസ് ആണ് ഒപ്പമുള്ളത്. എന്താണ് പ്രതീക്ഷ? ഇത്തവണ കൊല്ലത്ത് വനിതാ MLA പ്രതീക്ഷിക്കുന്നത്? ഉറപ്പായും കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് കൊല്ലമായിരിക്കും. അത് ബിന്ദു കൃഷ്ണയായിരിക്കും. അതിന്റെ ആവേശത്തിലാണോ എല്ലാവരും? അതെ, അഫ്കോഴ്സ്. തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ് നമ്മൾ നഷ്ടപ്പെട്ട സീറ്റ് ഈ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ തിരിച്ചെടുക്കും. കൊല്ലത്തിന് ഞങ്ങൾക്ക് ഒരു വനിതാ MLA കിട്ടുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ. എന്തായാലും ഇത്തവണ കൊല്ലത്ത് വനിതാ MLA ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയും ഉള്ളത്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ കൈവിട്ടു പോയ മണ്ഡലമാണ്. അത് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ബിന്ദു കൃഷ്ണ ഉള്ളത്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.